വാഹനം സംബന്ധിച്ച് ഒരു സംശയത്തിനും മറുപടി പറയാതെ പോകുന്ന താങ്കളുടെ വീഡിയോ തുടർന്ന് കാണേണ്ട എന്ന് ഞാൻ തീരുമാനിച്ചു. നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. പൊതുവെ എൻ്റെ പേരിൽ എല്ലാവരും പറയുന്നൊരു കംപ്ലൈൻ്റ് ആണ് ഞാൻ കമൻസിന് റിപ്ലൈ തരുന്നില്ല എന്നുള്ളൊരു കാര്യം. ആ ഒരു കാര്യം ഞാൻ ഇന്നത്തോടു കൂടി മാറ്റുകയാണ്. എല്ലാ ദിവസവും ബുധനാഴ്ച കൃത്യം 3 മണിയാകുമ്പോഴത്തേക്കും നമ്മുടെ ചാനലിൽ കുറേ കമൻസിൻ്റെ റിപ്ലൈ ഞാൻ പറയുന്നതായിരിക്കും. അതായത് ഞാൻ ഈ കമൻറ്റ് സെക്ഷൻ, അതായത് നിങ്ങളിടുന്ന കമൻസ് നോക്കി അതെല്ലാം അതുപോലെ വായിച്ച് അതിൻ്റെ കമൻസിന് റിപ്ലൈ തരുന്നതായിരിക്കും. വേറൊന്നും കൊണ്ടല്ല, ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മറ്റത് ജോലി ഉണ്ടായിരുന്നു, ഇപ്പം ജോലിയില്ല, ഇതിൽ തന്നെയാണ് ഓടിച്ചാടി നടക്കുന്നത്. അപ്പോൾ സമയം കിട്ടുന്ന ഇച്ചിരി കുറവാണ്, കാരണം വീഡിയോ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയി പോകുന്നുള്ളതുകൊണ്ടാണ്. എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ കമൻസ് ഇടുക, നിങ്ങൾക്ക് മെസ്സേജ് ഇടാൻ സാധിക്കും, എല്ലാം ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ റെസ്പോൺസ് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഉടനെ തന്നെ തരുന്നതായിരിക്കും കേട്ടോ. കുറേ തിരക്കായി പോകുന്നുള്ളതുകൊണ്ടാണ്, ഒന്നും തോന്നരുത്. ഏതായാലും നമുക്ക് കമൻസ് ഒന്ന് വായിച്ചു പോകാം. ഞാൻ ആൾക്കാരുടെ പേര് വായിക്കുന്നില്ല, കുറച്ച് ബുദ്ധിമുട്ട്, കാരണം @ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഈ എന്താ പറയുന്ന പേരല്ല വരുന്നത്. ഇനിയെങ്കിലും നിങ്ങൾ ഒരു കാര്യം കൂടെ ചെയ്യുക, കമൻസ് ഇടുന്ന സമയത്ത് ആദ്യം പേരും കൂടെ കൂട്ടിയിട്ട് കമൻസും കൂടെ ഇടുകയാണെങ്കിൽ എനിക്കത് വായിക്കുമ്പോൾ കുറച്ചുകൂടെ എളുപ്പമുണ്ടായിരിക്കും. ഏതായാലും ആദ്യത്തെ കമൻറ്റ് തന്നെ നമുക്ക് വായിക്കാം. എല്ലാം വീൽ കപ്പും വരില്ല കേട്ടോ മോനെ. ഓക്കെ, അത് സംഭവം എന്താണെന്ന് ഉദ്ദേശിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ വീൽ കപ്പിന് ടാഗ് ഇടാറില്ല, പണ്ടും ഇടാറില്ല, ഇപ്പോഴും എൻ്റെ വാഹനത്തിൽ ഇടാറില്ല. നമുക്ക് വളരെ ഫ്രീ ആയിട്ട് തന്നെ 2 കൈ യൂസ് ചെയ്ത് വലിച്ചൂരി എടുക്കാൻ സാധിക്കും. അത് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്കും ട്രൈ ചെയ്യാൻ സാധിക്കും. ടാഗ് ഇടുന്നുണ്ട്, ഒരു കുഴപ്പമില്ല, ഞാൻ കുറ്റം പറയത്തില്ല. കാരണം പലരും പല രീതിക്കായിരിക്കും വാഹനം ഓടിക്കുന്നത്. ഏതെങ്കിലുമൊക്കെ എഡ്ജിലൊക്കെ കൊണ്ട് തട്ടുകയോ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ വീൽ കപ്പ് ഊരിപ്പോയുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വീൽ കപ്പ് ഇടുന്നത് നല്ലതാണ്, ഇല്ലെന്ന് ഞാൻ പറയത്തില്ല. പക്ഷേ വീൽ കപ്പ് സുഖമായിട്ട് ഊരിപ്പോരും. നമ്മളത് പഠിക്കാൻ വേണം. ഒരിക്കലും മൈനസൊക്കെ ഇട്ട് തിക്കി ഊരാതിരിക്കുന്നതാണ് ഏറ്റവും നല്ല. 2 കൈ അതിനകത്തോട്ട്, അതായത് 2 വിരൽ ഇറക്കി ഇട്ടേച്ചും പുറോട്ട് വലിച്ചു കഴിഞ്ഞാൽ സുഖമായിട്ട് നമുക്ക് വീൽ കപ്പ് ഊരിപ്പോരും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തും കൂടെ നോക്കുക. ഓക്കെ, പിന്നെ അടുത്തത്, ചരലിൽ ഉറഞ്ഞ് വീണ് പല്ല് പൊട്ടിയാൽ ഇൻഷുറൻസ് കിട്ടുമോ? നല്ലൊരു ചോദ്യമാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ വാഹനം ഓടിക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ഒരു ആക്സിഡന്റ് സംഭവിച്ചു, നമുക്കറിയാം നമ്മുടെ വാഹനത്തിന് ഇൻഷുറൻസ് ക്ലെയിം കിട്ടും. അതുപോലെ നമുക്ക് ഇൻഷുറൻസ് ക്ലെയിം കിട്ടുമോ? 100% കിട്ടും. PA എന്ന് പറയുന്ന പേഴ്സണൽ ആക്സിഡന്റ് കവറേജും കൂടെ നമ്മൾ എടുക്കുന്നുണ്ട്. അതായത് PA എന്ന് ഉദ്ദേശിക്കുന്ന ഓണർക്ക് മാത്രം. അതായത് ഞാനിപ്പം RC ഓണറാണ്, ഞാൻ വാഹനമായിട്ട് ചെന്നൊരു ആക്സിഡന്റ് ഉണ്ടായി, ആ ആക്സിഡന്റിൽ എനിക്കൊരു ഇഞ്ചുറി ഉണ്ടായി, വാഹനത്തിന് കിട്ടുന്നത് പോലെ തന്നെ എൻ്റെ ആക്സിഡന്റിന് ഉണ്ടായിരിക്കുന്ന ക്ലെയിം അല്ലെങ്കിൽ ആ ഒരു എമൗണ്ട് എത്രയാണോ അതെനിക്ക് റീഇംബേഴ്സ്മെന്റ് കിട്ടാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിന് നമ്മൾ PA എന്ന് പറയുന്ന നമ്മുടെ ഇൻഷുറൻസിൽ നമ്മൾ അടയ്ക്കുന്നുണ്ട്. എല്ലാവരും ഒന്നും മനസ്സിലാക്കി വെച്ചേക്കുക. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആക്സിഡന്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങളുടെ വാഹനത്തിന്റെ മാത്രമല്ല നിങ്ങൾക്കും അതിന്റെ കവറേജ് കിട്ടും. പക്ഷെ വാഹനത്തിലുള്ള ബാക്കിയുള്ളവർക്ക് കിട്ടുമെന്ന് ഞാൻ പറയുന്നില്ല. പിന്നെ ഏതെങ്കിലും രീതിക്ക് ഡെത്തോ കാര്യങ്ങളൊക്കെ ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ ബന്ധത്തിലുള്ള ആൾക്കാർക്ക് അതിന്റെ പേയ്മെന്റ് കിട്ടുന്നതായിരിക്കും. സ്വിഫ്റ്റ് ഡിസയർ റിയർ ഷോക്ക് റേറ്റ് എത്രയാകും? റിയർ ഷോക്കിന് ഏകദേശം ഒരു 1600 രൂപ റേഞ്ചോളം നമുക്കൊരു റിയർ ഷോക്കിന് പ്രൈസ് വരുന്നുണ്ട്. ബ്രോയുടെ പാഷൻ എക്സ്പ്രോ മൈലേജ് എത്രയാണ് ബ്രോ? നോർമൽ ഒരു 65 ഒക്കെ കിട്ടാറുണ്ട്. പിന്നെ ചില സമയത്ത് നമ്മൾ ഈ കൈ കൂടുതൽ കൊടുത്ത്, മീൻസ് കൂടുതൽ ആക്സിലറേറ്റ് ചെയ്ത് ഓടിക്കുന്ന സമയത്ത് എങ്ങനെയാണെങ്കിലും ഒരു 50 ആ റേഞ്ചിലോട്ടൊക്കെ താന്ന് പോകാറുണ്ട് കേട്ടോ. ബുള്ളറ്റിന് എന്താ കൊമ്പുണ്ടോ? എല്ലാം ബൈക്കിലും ചെയ്യാം ഷോറൂമിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ബൈക്ക് പ്രൊവൈഡേഴ്സ് ഇതുപോലൊരു ഫോഗ് ലാമ്പ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഇവരത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അത് വേറെ ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. അതുകൊണ്ടാണ് ഞാനത് ജസ്റ്റ് ഒന്ന് എടുത്തെന്ന് പറഞ്ഞത്. അല്ലാതെ എല്ലാം ബൈക്കിലും വെക്കാം എന്നുള്ള ഉദ്ദേശത്തിലല്ല ഞാൻ പറയുന്നത്. വീഡിയോ കണ്ടു കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് ഞാൻ പറയുന്നുണ്ട്, എല്ലാ ബൈക്കിലും നമുക്ക് ഫോഗ് ലാംപ്സ് ആഡ് ചെയ്യാൻ സാധിക്കത്തില്ല. ആഡ് ചെയ്യുന്നവരുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല, നമ്മുടെ നിയമമാണല്ലോ. ഓക്കെ, അടുത്ത നല്ലൊരു കമന്റ് ആണ്. ചേട്ടാ, 2005 ഓൾട്ടോ പവർ സ്റ്റിയറിംഗ് ആണ്, ബട്ട് ചില ടൈം സ്റ്റാർട്ട് ചെയ്ത് സ്റ്റിയറിംഗ് തിരിച്ചാൽ നല്ല ടൈറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ തന്നെ ഓഫ് ചെയ്ത് വീണ്ടും സ്റ്റാർട്ട് ചെയ്താൽ സ്റ്റിയറിംഗ് ഫ്രീ ആകുന്നുണ്ട്. എന്താണ് പ്രോബ്ലം? കാണിക്കാൻ കൊണ്ടുപോയാൽ ഒരു കുഴപ്പവും ഉണ്ടാവില്ല. പ്ലീസ് ഒരു വീഡിയോ ചെയ്യാമോ? 100%. ശരിക്കും എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പവർ സ്റ്റിയറിംഗ് ചില സമയത്ത് മാത്രം വർക്ക് ചെയ്യാതെ വരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ 2 കാര്യങ്ങൾ ഇവിടെ പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ വാഹനത്തിന്റെ ബാറ്ററി പവർ അല്ലെങ്കിൽ ബാറ്ററിക്ക് കംപ്ലൈന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സെയിം ഇഷ്യൂ കാണിക്കും. കാരണം 12 വോൾട്ട് തന്നെ കൃത്യമായിട്ട് നമ്മുടെ പവർ സ്റ്റിയറിംഗിന്റെ മൊഡ്യൂളിന് കിട്ടിയിട്ടില്ലെന്നുണ്ടെങ്കിൽ ഈ മൊഡ്യൂൾ വർക്ക് ആകത്തില്ല. അതെങ്ങനെ കിട്ടാതെ വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ക്രാങ്ക് ചെയ്യുന്ന സമയത്ത് ബാറ്ററി വോൾട്ടേജ് താഴെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ പവർ സ്റ്റിയറിംഗിന്റെ മൊഡ്യൂൾ വർക്ക് ചെയ്യത്തില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, മൊഡ്യൂളിലോട്ട് വരുന്ന കണക്ഷനിൽ എവിടെയെങ്കിലും ക്ലാവോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കുക. അത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് അഴിച്ചു നോക്കുക. അഴിച്ചു നോക്കിയിരുന്ന് ക്ലീൻ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഓക്കെ ആകും. ഇനി ഇതൊന്നും അല്ല പ്രശ്നം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പവർ സ്റ്റിയറിംഗിന്റെ മൊഡ്യൂളിന് പ്രശ്നം വരുമ്പോഴാണ് ഈ പറഞ്ഞൊരു കംപ്ലൈന്റ് കാണിക്കുന്നത്. അടുത്ത്, എൻ്റെ കാറിന്റെ റേഡിയേറ്ററിലേക്ക് പോകുന്ന പൈപ്പ് പൊട്ടി കൂളന്റ് ലീക്ക് ആകുന്നു. ഈ അവസ്ഥയിൽ എത്ര കിലോമീറ്റർ ഓടിക്കാം? വർക്ക്ഷോപ്പിലേക്ക് 3 കിലോമീറ്റർ ഉണ്ട്. നല്ലൊരു ചോദ്യമാണ്. കാരണം നമ്മുടെ വാഹനത്തിന്റെ അണ്ടർ ബോഡി എവിടെയെങ്കിലും ഹിറ്റോ വല്ലതൊക്കെ ഉണ്ടായിട്ട് നമ്മുടെ ഹോസോ, റേഡിയേറ്ററിന്റെ ഹോസോ റേഡിയേറ്ററോ ഇതിനെന്തെങ്കിലും പൊട്ടലോ കാര്യങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിലോമീറ്റർ ഓടിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ വാഹനത്തിന്റെ ഗേജ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതായത് നമ്മുടെ ടെമ്പറേച്ചർ കാണിക്കുന്ന ഗേജ് ഒന്ന് നോക്കുക. ചില വാഹനത്തിൽ ഗേജ് ആയിരിക്കും, ചില വാഹനത്തിൽ വാർണിംഗ് ലൈറ്റ് ആയിരിക്കും. വളരെ പതുക്കെ, അതായത് നിങ്ങളുടെ വാഹനത്തിന്റെ
എല്ലാം ആക്സസറീസും ഓഫ് ചെയ്തിട്ടുകൊണ്ട് വാഹനം ഓടിക്കുക. ആക്സസറീസ് ഞാൻ ഉദ്ദേശിച്ച AC, അങ്ങനത്തെ ലോഡ് എടുക്കുന്ന എന്ത് കാര്യങ്ങളുണ്ടോ അതൊക്കെ ഓഫ് ചെയ്യുക. വളരെ സ്പീഡ് കുറച്ച്, അതായത് ഒരുപാട് RPM കയറ്റാതെ വളരെ RPM കുറച്ച് ലോവർ ഗിയേഴ്സിൽ ഏകദേശം ഒരു 3rd ഗിയറിൽ വരെയൊക്കെ വളരെ സ്പീഡ് കുറച്ച് വേണമെങ്കിൽ വർക്ക്ഷോപ്പ് വരെ ഓടിച്ച് പോകാൻ സാധിക്കും. അതിനിടയ്ക്ക് ഈ വാർണിംഗ് ലൈറ്റ് കാണിക്കുകയോ എന്തെങ്കിലും നോക്കിംഗ് സൗണ്ട് വരികയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉടനെ സൈഡിലോട്ട് ഒതുക്കിയിട്ടോണം. വാഹനം ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവേണ്ട ഒരു അവസരം കൊടുക്കരുത്. നല്ല സിറ്റീസ് അല്ലെങ്കിൽ നല്ല തിരക്കൊക്കെ ഉള്ള സമയത്ത് ഒരു കാരണവശാലും ഓടിച്ചുകൊണ്ട് പോകരുത്. വർക്ക്ഷോപ്പിൽ കൊണ്ടിടണമെന്നുണ്ടെങ്കിൽ രാത്രി ഒരു 10-11 കഴിയുമ്പോൾ റോഡിലെ തിരക്കൊക്കെ കഴിയുമ്പോൾ വേണമെങ്കിൽ പതുക്കെ കൊണ്ടിടുന്നതുകൊണ്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാനില്ല. ധൈര്യമായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ ഓർത്ത് വെച്ചുകൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ വേറെ പ്രശ്നങ്ങളൊന്നും വരുന്നതായിരിക്കത്തില്ല. എൻ്റെ ലോഗൻ 2,70,000 കിലോമീറ്ററായി, ഇതുവരെ ക്ലച്ച് മാറിയിട്ടില്ല. നല്ല കാര്യം, നല്ല ഡ്രൈവിംഗ് ആയിരിക്കും. ഹൈ റേഞ്ചും കാര്യങ്ങളൊന്നും ഓട്ടോ ഇല്ലെന്ന് തോന്നുന്നു. ജസ്റ്റ് എൻ്റെ ഒരു അസംഷൻ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നല്ല രീതിക്കുള്ള ഡ്രൈവ് ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും ആവശ്യമില്ലാതെ ഗിയേഴ്സ് ചേഞ്ച് ചെയ്യുന്നില്ല, ഗിയറിൽ തന്നെയാണ് നമ്മൾ കൂടുതൽ ബ്രേക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ വാഹനത്തിൻ്റെ ക്ലച്ച് ലൈഫ് കൂടുതൽ കിട്ടും. ഈ 2,70,000 എന്ന് പറഞ്ഞാൽ ചെറിയൊരു സംഖ്യയൊന്നുമല്ല, നല്ലൊരു ലെവൽ തന്നെയാണ്, നല്ലൊരു കാര്യം. അതുപോലെ തന്നെ മുമ്പോട്ട് പോകട്ടെ. പക്ഷേ ഇനിയിപ്പോൾ ഒത്തിരി വെച്ചുകൊണ്ട് നീട്ടണ്ട എന്ന് ഞാൻ പറയത്തുള്ളൂ. 2,70 എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ലൈഫ് കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് അത് ധൈര്യമായിട്ട് മാറാൻ സാധിക്കും കേട്ടോ. ഞാൻ അങ്ങനെ ഒരു വയറ് കണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ വണ്ടി ആകെ പുകഞ്ഞു പോയി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് കഴിഞ്ഞ ദിവസം ഒരു അഡീഷണൽ ഫിറ്റ്മെൻറ്റിന് നമ്മുടെ വാഹനങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന ഒരു അഡീഷണൽ വയർ, അതായത് അഡീഷണൽ വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന എന്തെങ്കിലും ഫോഗ് ലാമ്പോ അല്ലെങ്കിൽ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ഡിവൈസ് നിങ്ങൾ ഫിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൊടുത്തിരിക്കുന്ന ഒരു ലൈനിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ലൈൻ നമ്മൾ ഏതൊരു ലൈൻ കണക്ട് ചെയ്യുകയാണെങ്കിലും ഉറപ്പായിട്ട് അതിനെക്കുറിച്ച് അറിഞ്ഞ് അല്ലെങ്കിൽ അതിൻ്റെ 2 സൈഡിലെയും കണ്ടിന്യൂറ്റിയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം കണക്ട് ചെയ്യുള്ളൂ. അല്ലാതെ ഓടിച്ചെന്ന് കണക്ട് ചെയ്യുകയൊന്നും ചെയ്യരുത്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പുകഞ്ഞു പോയെന്ന് പറയുന്നത് നിങ്ങൾ സ്വന്തമായിട്ട് പരീക്ഷണം നടത്തരുത്. അറിയാൻ മേലെങ്കിൽ ചെയ്യാൻ പോകരുത്. ഞാനിപ്പോൾ ഓരോ കാര്യങ്ങൾ കാണിച്ചു തരുന്നുണ്ടെങ്കിൽ ഞാൻ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഇന്ന കാര്യങ്ങൾ നോക്കി മാത്രം അത് ചെയ്യാവുള്ളൂ. അല്ലാതെ ഓടിച്ചെന്ന് നിങ്ങൾക്ക് അറിയാൻ മേലാത്തൊരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് വാഹനം എന്ന് പറയുമ്പോഴത്തേക്കും ഫുൾ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് അതിനകത്ത് വരുന്നുണ്ട്. ഇലക്ട്രിക്കലായിട്ട് എന്തെങ്കിലും ഷോർട്ട് സർക്യൂട്ട് വന്ന ഇലക്ട്രോണിക്കിൻ്റെ എന്തെങ്കിലും ചിപ്പോ കാര്യങ്ങളൊക്കെ അടിച്ചു പോയി കഴിഞ്ഞാൽ പൈസ പോകുന്ന വഴി അറിയത്തില്ല. അതുകൊണ്ട് ഒരു കാരണവശാലും അങ്ങനെ ചെയ്യാൻ പോകരുത്. അറിയാവുന്ന കാര്യമാണെങ്കിൽ ചെയ്യുക, അറിയാൻ മേലാത്ത കാര്യങ്ങൾ ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. പക്ഷേ സേഫ്റ്റി മെഷേഴ്സ് ഉറപ്പായിട്ടും എടുത്തിരിക്കണം. ചേട്ടാ 10W30 ആണ്. 10W30ൻ്റെ ഫുൾ സിന്തറ്റിക് ഒഴിക്കാമല്ലോ? 100% ഒഴിക്കാം. പക്ഷെ സിന്തറ്റിക് ഞാൻ എടുത്ത് പറയാത്തതിൻ്റെ കാര്യം വേറൊന്നും കൊണ്ടല്ല. സിന്തറ്റിക് ഓയിലിന് പ്രൈസ് കൂടുതലാണ്. പക്ഷേ സിന്തറ്റിക് ഒഴിച്ചെന്ന് പറഞ്ഞാലും 10,000 കിലോമീറ്റർ കൂടുമ്പോൾ നിങ്ങൾ റീപ്ലേസ് ചെയ്യേണ്ടി വരും. പക്ഷേ പഴയ വാഹനങ്ങൾ, ഒരുപാട് പഴക്കമുള്ള വാഹനങ്ങളിൽ ഉടനെ കൊണ്ടുപോയി സിന്തറ്റിക് ഓയിൽ ഒഴിക്കാൻ ഞാൻ ഒരു കാരണവശാലും റെക്കമെൻഡ് ചെയ്യത്തില്ല. നോർമൽ മിനറൽ ഓയിൽ തന്നെ ആയിരിക്കും എപ്പോഴും നല്ലത്. നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മിനറൽ ഓയിലാണ്, അതിനുശേഷം ഇടയ്ക്ക് മാത്രം ഒന്ന് സിന്തറ്റിക് ഓയിൽ ഒഴിക്കുന്ന അത്ര നല്ലൊരു കാര്യമാണ് ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യത്തില്ല. അതുകൊണ്ട് അങ്ങനെ ഒരിക്കലും ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്, ഞാൻ റെക്കമെൻഡ് ചെയ്യും. ബ്രോ ഇൻഷുറൻസ് റിന്യൂവൽ ഡേറ്റ് കഴിഞ്ഞ് NCB നഷ്ടമാകുമോ? തേർഡ് പാർട്ടി ഉണ്ട്, ഇത് 3 years ആണ്, ഒന്ന് പറയാമോ? 100%. NCB ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 3 മാസം വരെ NCB നമുക്ക് നഷ്ടമാവത്തില്ല. അതിനുശേഷം നമുക്ക് NCB നഷ്ടമാവുന്നതായിരിക്കും. പക്ഷേ ഒരു കാരണവശാലും നമ്മൾ NCB പോവോ ഇല്ലെന്നൊന്നും ചിന്തിച്ചുകൊണ്ടിരിക്കരുത്. ഉറപ്പായിട്ടും നിങ്ങൾ ഇൻഷുറൻസ് റിന്യൂ ചെയ്തിരിക്കണം. കാരണം ഈ പറയുന്ന പോലെ ഇൻഷുറൻസ് തീർന്നു പോയി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് തേർഡ് പാർട്ടി ഇൻഷുറൻസേ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് നമ്മുടെ വാഹനത്തിനോ നമുക്ക് ഒരു ബെനിഫിറ്റും കിട്ടാനില്ല. അതുകൊണ്ട് എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യം, ഇൻഷുറൻസ് തീരുന്നതിന് മുമ്പ് റിന്യൂ ചെയ്തിട്ട് വേണം. കാരണം പിന്നെ ഇൻഷുറൻസ് റിന്യൂ ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ 4 ചുറ്റുമുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കും. അന്നേരം എന്തെങ്കിലുമൊക്കെ സ്ക്രാച്ചസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും ആ കിട്ടുന്ന സ്ക്രാച്ച് അല്ലെങ്കിൽ ആ ഉള്ള സ്ക്രാച്ചിന് നമുക്ക് പിന്നെ ക്ലെയിം കിട്ടുന്നതായിരിക്കത്തില്ല. അതുകൊണ്ട് ഈ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. നോ പ്ലീസ് ഡോണ്ട് ഗീവ് ഫോൾസ് ഇൻഫർമേഷൻ. അത് സ്പ്ലൈസ് ജോയിന്റ് ആണ്. ഗ്രൗണ്ട് പോയിന്റ് ആൻഡ് പോസിറ്റീവ് ബോത്ത് മേ അവൈലബിൾ. Additional accessories fitment or tampering the main harness are not recommended by any automobile manufacturers. Giving such informations may lead to people performing repairs by themselves and may cause fire or any other severe damage or അൺസേഫ് സർക്കംസ്റ്റൻസസ്. നല്ലൊരു കാര്യമാണ്. പക്ഷേ ഞാൻ ഇതിനകത്ത് പറയുന്നൊരു കാര്യം, ഞാൻ ഏതൊരു വീഡിയോ ചെയ്യാനും ഞാൻ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇപ്പോൾ ആ ഒരു വയർ കൊടുത്തിരിക്കുന്ന ഇന്ന കാര്യമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതിനെക്കുറിച്ച് ഞാൻ ചെയ്ത് കാണിച്ചിട്ടില്ല. ഉറപ്പായിട്ട് അത് ഞാൻ ചെയ്ത് കാണിക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു വയർ കൊടുത്തിരിക്കുന്ന എല്ലാവർക്കും ഒരു ഇൻഫർമേഷൻ ഞാൻ കൊടുക്കുകയാണ്. കാരണം നമ്മൾ അഡീഷണൽ ആയിട്ട് ഫിറ്റ്മെൻറ്റ് ചെയ്യുന്ന പല വീഡിയോസും ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ അഡീഷണൽ ആയിട്ടുള്ള ഫിറ്റ്മെൻറ്റ്സിലൊക്കെ ശരിക്കും ബാറ്ററിയിൽ നിന്നും അല്ലെങ്കിൽ വേറെ എവിടെന്നെങ്കിലൊക്കെ ആയിരിക്കും ക്രിമ്പ് ചെയ്ത് ലൈൻസ് എടുക്കുന്നത്. ഇങ്ങനെ ഒരു പ്രൊവിഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഒരു സ്വിച്ച് കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു പ്രൊവിഷൻ ഉണ്ടെന്ന് മാത്രം ഞാൻ അവിടെ ആഡ് ഓൺ ചെയ്തിട്ടുള്ളൂ. അല്ലെങ്കിൽ ആ ലൈനിൽ നിന്ന് ഒരു പോസിറ്റീവ് എടുക്കാനോ അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ അങ്ങനെ നമുക്ക് ചെയ്യാൻ സാധിക്കും. നമുക്ക് ചിന്തിച്ച് ചെയ്യാം. ശരിക്കും കമ്പനി കൊടുത്തിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോഗ് ലാമ്പോ അല്ലെങ്കിൽ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും കൊടുക്കാൻ വേണ്ടി തന്നെയാണ് അവിടെ അങ്ങനെ ഒരു ലൈൻ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അത് ഞാൻ വീഡിയോ ഉടനെ തന്നെ വരുന്നതായിരിക്കും, ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. ഹുഡിന്റെ അടിയിൽ ബ്രേക്ക് പെഡലിന്റെ ഒക്കെ അവിടെ വന്നിരിക്കുന്നത് രണ്ടും പോസിറ്റീവ് ആകുമോ?
ഒരു കാരണവശാലും നമ്മൾ അങ്ങനെ അസ്യൂം ചെയ്യാൻ പാടില്ല. നമ്മൾ ഏതെങ്കിലും ഒരു ലൈൻ അഡീഷണൽ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പക്കൽ ഒരു മൾട്ടിമീറ്റർ ഉണ്ടായിരിക്കണം, ഒരു വയർ ലൈറ്റും ഉണ്ടായിരിക്കണം. ഈ രണ്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ പറഞ്ഞൊരു കാര്യം ചെക്ക് ചെയ്ത് നോക്കാൻ സാധിക്കും. ഇവിടെ വരുന്നൊരു പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് വളരെ കൃത്യമായിട്ട് മൾട്ടിമീറ്ററിനകത്ത് അറിയാൻ സാധിക്കും. അത് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അഡീഷണൽ കണക്ഷൻ കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ ഒരു വയർ ലൈറ്റ് വേണമെന്ന് പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല, 12 വോൾട്ടിൻ്റെ തന്നെ ഒരു വയർ ലൈറ്റ് ആയിരിക്കണം. കാരണം ചിലത് നമുക്ക് മൾട്ടിമീറ്ററിൽ വോൾട്ടേജ് കാണിക്കുമെങ്കിൽ പോലും നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഇത് ചെക്ക് ചെയ്ത് നോക്കാതെ ഒരു കാരണവശാലും നിങ്ങളൊരു അസംഷനിലോട്ട് അല്ലെങ്കിൽ ഒരു കൺക്ലൂഷനിലോട്ട് വരാൻ പാടില്ല. ഫസ്റ്റ് ഗിയറിൽ നിന്നും തേർഡ് ഗിയറിലേക്ക് മാറാൻ പറ്റുമോ? 100% മാറാം, പക്ഷേ സ്പീഡും കൂടെ ഓക്കെ ആയിരിക്കണം. അതായത് നമ്മൾ ഫസ്റ്റ് ഗിയറിൽ ഏകദേശം ആക്സിലറേറ്റർ കൊടുത്ത് ഏകദേശം ഒരു 30 ആ റേഞ്ചൊക്കെ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് തേർഡ് ഗിയറിലോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. പക്ഷേ ശരിക്കും പറഞ്ഞാൽ അതൊരു നഷ്ടക്കളിയാണ്. കാരണം കൂടുതൽ ഫ്യൂവൽ കൺസ്യൂം ആവും, കൂടുതൽ നമ്മുടെ ക്ലച്ച് ബേൺ ആവും. ഒരു കാരണവശാലും അങ്ങനെ ചെയ്യാതിരിക്കുക എന്ന് മാത്രം ഞാനത് പറയത്തുള്ളൂ. വാഹനം സംബന്ധിച്ച് ഒരു സംശയത്തിനും മറുപടി പറയാതെ പോകുന്ന താങ്കളുടെ വീഡിയോ തുടർന്ന് കാണണ്ട എന്ന് ഞാൻ തീരുമാനിച്ചു. ഞാൻ ഒരിക്കലും കാണണ്ട എന്ന് പറയത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, ഓരോ വ്യക്തിയുടെയും പ്രശ്നങ്ങൾ അല്ലെങ്കിൽ എൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഓരോ തിരക്കും കാര്യങ്ങളൊക്കെ വന്നു പോകുമ്പോഴത്തേക്കും ചിലപ്പം വിട്ടുപോകുന്ന കാര്യമായിരിക്കും. എന്നാലും മാക്സിമം ഞാൻ റിപ്ലൈസ് കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. ചിലപ്പം കുറച്ച് ഡിലേ വരുന്നുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എന്നാലും ഇനി തൊട്ട് എല്ലാ ബുധനാഴ്ചകളും മാക്സിമം ഒരു ദിവസത്തെ വീഡിയോ അല്ലെങ്കിൽ ഒരു ദിവസത്തെ കമൻസ് ഫുൾ, 1-2 ദിവസത്തെ കമൻസ് ഫുള്ള് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇന്നൊരു സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് ചിലപ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊന്നും ശരിയാകാതെയൊക്കെ വന്നിട്ടുണ്ടായിരിക്കും. എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. ഏതായാലും ഇനി നെക്സ്റ്റ് ബുധനാഴ്ച നല്ല രീതിക്ക് നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ചെറിയ ചെറിയ കമൻസ്, ഗുഡ്, ലൈക്ക് എന്നൊക്കെ ഉള്ളത് മാത്രം മാറ്റിയിട്ട് മേജർ ആയിട്ടുള്ള മീൻസ് നല്ല നല്ല കമൻസ് ഞാൻ സെലക്ട് ചെയ്യും. നല്ല നല്ല കമൻസ് എന്ന് പറഞ്ഞാൽ താഴോട്ട് വരുന്ന എല്ലാം ഞാൻ വായിച്ച് പോകും. അതിലപ്പോൾ എനിക്ക് നല്ല രീതിക്ക് നിങ്ങൾക്ക് കമൻസും മീൻസ് നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനും പറ്റും. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും. അത് ബാക്കിയുള്ളവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ചില കോമൺ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ വരുമല്ലോ, ആ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ എനിക്ക് ഷെയർ ചെയ്യാൻ സാധിക്കും. ഏതായാലും ഞാൻ ഇത് ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുകയാണ്. എങ്ങനെയുണ്ട് ഈ ഒരു സെഷൻ? ഇത് നല്ലതാണോ? ഈ ഒരു സെഷൻ മുമ്പോട്ട് പോകുന്നതാണോ നല്ലത്? അതോ ഞാൻ ജസ്റ്റ് കമൻസിന് സാധാരണ രീതിക്ക് റിപ്ലൈ കൊടുത്ത് പോയാൽ മതിയോ? ഈ ഒരു കാര്യം കൂടെ നിങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണം. വേറൊന്നും കൊണ്ടല്ല, എനിക്കും കൂടെ മനസ്സിലാവാൻ വേണ്ട നിങ്ങൾക്ക് ഇത് ഓക്കെ ആണോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കമൻറ്റ് സെഷൻ നല്ലതാണോ എന്നുള്ളൊരു കാര്യത്തിൽ കൂടെ ഒരു അപ്ഡേറ്റ് എനിക്ക് കിട്ടണം. അപ്പോൾ ഏതായാലും ഞാൻ നിങ്ങളുടെ എല്ലാം കമൻസിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്.